ഹലോ. എടാ ഞാനാ. ആ മനസ്സിലായി. എന്താടാ വിശേഷിച്ചത്? എത്ര നാളായി നീയൊക്കെ വിളിച്ചിട്ട്? ഒന്നുമില്ല, ചുമ്മാ കുറെ നാളായില്ലേ വിളിച്ചിട്ട്. ചുമ്മാ ഒന്ന് വിളിച്ചതേ ഉള്ളൂ. എന്തോ പറയാ, ഇപ്പൊ കുറെ കാലം കൂടി കൂട്ടുകാരാരെങ്കിലും വിളിച്ചാൽ ഒന്നെങ്കിൽ പൈസക്ക്, അല്ലെങ്കിൽ വല്ല സങ്കടവും പറയാൻ. എന്ത് പറയാനാ, എന്താ ചെയ്യാനാ? വേറൊന്നും ഇല്ലല്ലോ. ഓ, ഞാൻ ചുമ്മാ വിളിച്ചാണ്. ഞാനും കൊണ്ടൊന്ന് ഇറങ്ങുന്നുണ്ട്. നമുക്കപ്പോൾ കാണാം. ഞാൻ ഒരു 1.5 അടിച്ചിട്ട് ഞാൻ ഒന്ന് എൻജോയ് ചെയ്യട്ടെടാ. വേറൊന്നും ഇല്ലല്ലോ. എന്നാ ശരി, പിന്നെ വിളിക്കാം. എന്നാ ശരി. ഹലോ. വീട്ടിലോട്ട് വരണ്ട, അടച്ചോളാം എന്ന് പറഞ്ഞിട്ടല്ലേ ഞാൻ അങ്ങോട്ട് വരാത്തത്. ഇപ്പോൾ തന്നെ 4 മാസത്തെ പെൻഡിങ് ഉണ്ട്. 1 മാസമെങ്കിലും ഒന്ന് അടച്ചാൽ പോരെ സാറേ? എനിക്കിനി മാനോടൊന്നും സംസാരിക്കാൻ വയ്യ കേട്ടോ. അപ്പം ഞാൻ ഇത്രയും നാളും അടച്ച ലോണിന് ആര് സമാധാനം പറയും? ഇത് ഞാനായിട്ട് വരുത്തി വെച്ചതൊന്നും അല്ലല്ലോ. ഓരോ തൊലിഞ്ഞ നിയമം കൊണ്ട് വന്നിരിക്കുന്നു. കാശുള്ളവന്മാർക്ക് പറ്റുമായിരിക്കും. ഇവിടെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പാടുപെടുക. അല്ലെങ്കിൽ പാവങ്ങളുടെ വയറ്റത്തില്ലേ ഉമാരടിക്കൂ. ഇനിയിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. അടയ്ക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ വണ്ടി സറണ്ടർ ചെയ്യും. അല്ല, എനിക്ക് വേറെ ഒന്നും പറയാനില്ല സാറിനോട്. ചേട്ടനിത് എന്നോട് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഞാനൊരു ജോലിക്കാരാണ് ചേട്ടനെ പോലെ. അവർ പറഞ്ഞ ജോലിയല്ലേ ഞാനും ചെയ്തുകൊണ്ടിരിക്കണേ. ഇല്ല, ചേട്ടൻ്റെ അവസ്ഥ എനിക്കും വരും. എനിക്ക് 1 മണിക്കൂറുടെ സമയം താ, ഞാൻ GP ഇട്ടേക്കാം. ഇന്ന് ക്രെഡിറ്റ് ആയില്ലെങ്കിൽ നാളെ ഞാനും മാനേജറും വീട്ടിൽ വരും. എനിക്ക് വേറെ ഒന്നും സംസാരിക്കാനില്ല. ശരിയാണ്. ഇനി ആരെ വിളിക്കണം? നിൻ്റെ ഒരു 15,000 രൂപ എടുക്കാൻ കാണുമോ? എടാ, അർജൻറ്റായിട്ടില്ലേ ചോദിക്കുന്നു. ഒന്ന് ആരോടെങ്കിലും ചോദിച്ചൊന്ന് മറിച്ചെങ്കിലും ഇതാ. തിരിച്ചു തരാത്ത ആളൊന്നുമല്ലോ ഞാൻ. ശരി, ഞാൻ നിനക്കൊരു നമ്പർ തരാം. നീ ഒന്ന് വിളിച്ചു നോക്ക്. ഞാൻ വിളിച്ചു പറഞ്ഞോളാം. എടാ, പിന്നെ അത് കറക്റ്റായിട്ട് നീ തിരിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ ഇത് അവസാനത്തെ ഹെൽപ്പാന്ന് നീ വിചാരിച്ചാൽ മതി. 62 38 42 75 06. ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് വിളിക്കുക. Hello? Tom, please don't call me again. I have made my decision. I don't want this anymore. I loved you once, maybe too much, but not anymore. I am done, Tom. Don't try to come back. Please don't call me again. ഹലോ. ഹലോ, ഞാൻ ഫിലിപ്പ് പറഞ്ഞിട്ട് വിളിക്കുക. ഒരു 15,000 രൂപ തരാമെന്ന് പറഞ്ഞില്ലേ? എൻ്റെ പൊന്നു സുഹൃത്തെ, എന്ത് ചെയ്യാനാ? വെള്ള പെയിൻ്റ് അടിച്ച് ടൂറിസ്റ്റ് ബസ് പുറത്തിറക്കാൻ പറ്റുമെന്ന് ഗവൺമെൻറ്. അങ്ങനെ ഗവൺമെൻറ് പറയും നോക്കാൻ കേൾക്കാൻ പറ്റുമോ? ഇവിടെ സെൻട്രൽ ഗവൺമെൻറ് നോട്ട് നിരോധിച്ചിട്ട് നമ്മൾ കുലുങ്ങിയില്ല. എൻ്റെ ഒരു കൂട്ടുകാരൻ ഈ നിരോധിച്ച നോട്ട് വെച്ച് കുറേ കളി കളിച്ചതാ. എന്നാ ചെയ്യാനാ? അവനിപ്പോൾ സെൻട്രൽ ജയിലില്ല. അതൊക്കെ പോട്ടെ. അപ്പോൾ പറഞ്ഞു വന്നത്, 25 ലക്ഷം രൂപ കടമുള്ളവനാ ഞാൻ. എൻ്റെ പെണ്ണും പിള്ള വിളിക്കുന്നതിനേക്കാൾ കൂടുതൽ
CC-ക്കാർ തെണ്ടികളാ എൻ്റെ ഫോണിലേക്ക് കൂടുതൽ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അവന്മാരോട് നമ്മുടെ അവസ്ഥ വല്ലതും പറഞ്ഞാൽ മനസ്സിലാവുമോ? ആ ഇല്ല. ഇപ്പം തന്നെ വിദേശത്തുനിന്ന് വന്ന എൻ്റെ ഒരു ഫ്രണ്ട് ഒരു കുപ്പി കൊണ്ട് തന്നു. സ്കോച്ചേ അതടിച്ചിരി പെരുത്ത നിൽക്കുക. അതാണേ, സോറി കേട്ടോ. എണ്ണയും മോജി, ഇനി ബാക്കി വരുന്ന പഞ്ചാരയും മോജി എന്നാ എനിക്ക് തോന്നുന്നത്. ഇപ്പൊ തന്നെ ഓരോ കൂതറ പിള്ളേര് നിസ്സാര കാര്യത്തിനാണ് ചാവാൻ വേണ്ടി നടക്കുന്നത്. എന്നാ പിന്നെ ഞാനൊക്കെ ഒരു 10-15 തവണയെങ്കിലും ചാവില്ലേ? ഭായ് പറ. എന്താ ഒന്നും മിണ്ടാത്ത? കുറെ നേരമായിട്ട് ശ്രദ്ധിക്കും. എന്തെങ്കിലും ഒന്ന് പറ. ഇതാണോ ജീപേ നമ്പർ? ഓക്കെ, ഞാനിതിലിടാം. പാലിശയൊക്കെ കൃത്യമായിട്ട് ഞാൻ തരാം. ഓക്കെ ഓക്കെ, താങ്ക്സ്. എടാ നാറി, നിനക്ക് വേണ്ടി വിളിച്ചിട്ട് ഞാനിപ്പോൾ ആരായി? ക്യാഷ് ചോദിച്ച് തെണ്ടി വിളിച്ചിട്ട് ഇപ്പം ഞാൻ നാണം കിട്ടുപോയി. ഒന്ന് പോടാ, ഞാനിപ്പോൾ അവനെ വിളിച്ചില്ലേ ഉള്ളൂ. നീ ഒന്ന് നോക്കിയേ, ഈ നമ്പറാണോ നോക്കിയേ. അറുപത്തിരണ്ട് 38 42 75 05. ആ ബെസ്റ്റ്. അവസാനത്തേക്ക് മാറിപ്പോയടാ. നീ ആരെയാടാ വിളിച്ചേ? അവൻ എനിക്ക് പൈസ അയച്ചായിരുന്നു. ചേട്ടാ നിന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കള്ളു അടിച്ച് പിരിയും പോയി കിടക്കുന്നതാണോ? ഞാൻ വേറെ ആളെ വിളിക്കുകയായിരുന്നു. പൈസ വേണേ തിരിച്ചിട്ടേക്കാം. സോറി കേട്ടോ. എനിക്ക് ആ പൈസ തിരിച്ചു വേണ്ട അങ്കിൾ. അങ്കിൾ പറഞ്ഞില്ലേ ഓരോ കാര്യമില്ലാതെ ഓരോ പിള്ളേർ ചാകാൻ നടക്കുവാന്ന്. ഞാൻ ഒരുപക്ഷെ എൻ്റെ അച്ഛനെയും അമ്മയും കുറിച്ച് ഒരു സെക്കൻഡ് ഓർത്താൽ മതിയായി. ആരാണെന്ന് എനിക്കറിയാം, പക്ഷേ ഇന്ന് ഈ 10,000 രൂപയേക്കാൾ കൂടി നീ ഫോൺ കൊടുക്കും. താങ്ക്സ്, യു സേവ് മൈ ലൈഫ്.